കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നത് ബി.ജെ.പിയുടെ അജണ്ടയാണ്, സംഘപരിവാറിന്റെ അജണ്ടയാണ്. അത് നടപ്പാക്കുന്നത് കേരളത്തിലെ ഗവർണറാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ സർവകലാശാല വിസിമാരെ നിയമിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനേറെ പറയുന്നു, വിവിധ സെനറ്റുകളിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ മതി. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക, എബിവിപിയുടെയും ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും ആളുകളെ സർവകലാശാലകളിലേക്ക് തിരികെ കയറ്റുക, ഇത് നിരന്തരം പരിപാടിയായി മാറ്റിയിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളും ഉയർന്നു വരികയും ചെയ്തിരുന്നു. കേരള സർവകലാശാലയിലേക്ക് ഇതേപോലെ 5 എബിവിപി നേതാക്കന്മാരെ വിദ്യാർത്ഥി പ്രതിനിധികളുടെ മണ്ഡലത്തിലേക്ക് നോമിനേറ്റ് ചെയ്തു നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എവിടുന്ന് കിട്ടി ഈ പേരുകൾ എന്ന് അന്ന് തന്നെ ചോദിച്ചിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട്. അത് എനിക്ക് ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പല സോഴ്സുകളുമുണ്ട്, പല തരത്തിലും എനിക്ക് വിവരങ്ങൾ കിട്ടും, പേരുകൾ കിട്ടും. ആ പേരുകളാണ് ഞാൻ നിർദ്ദേശിച്ചത്. അത് എന്നോട് ആരും ചോദിക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ ചാൻസലറാണ് എന്ന ഏകാധിപത്യപരമായ അല്ലെങ്കിൽ സ്വച്ഛാധിപതിയുടെ ശബ്ദമാണ് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ കേട്ടത്. പക്ഷെ വിദ്യാർത്ഥികൾ അടങ്ങിയിരുന്നില്ല. സർവകലാശാല നൽകിയ പട്ടിക, ആ പട്ടികയിൽ പേരുള്ള വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവരെ നിയമിച്ചത്? എവിടെ നിന്നാണ് ഈ പേരുകൾ കിട്ടിയത്? ഇവർക്ക് ഉള്ള യോഗ്യത എന്താണ്? ഇവരെക്കാളും യോഗ്യതയുള്ളവരെയല്ലേ സർവകലാശാല നിർദ്ദേശിച്ചത്? അവരെ എന്തുകൊണ്ട് ഗവർണർ നോമിനേറ്റ് ചെയ്തില്ല എന്ന ചോദ്യം ചോദിക്കുകയും ഗവർണറുടെ നടപടി ആദ്യം സ്റ്റേ ചെയ്തു, പിന്നീട് റദ്ദാക്കുമ്പോൾ ചാൻസലറായ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. അപ്പോഴെങ്കിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തെങ്കിലും പഠിക്കും എന്ന് കരുതിയതാണ്. ഭരണഘടനാ പദവി ഇരിക്കുന്ന ആളാണ്, അദ്ദേഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ബി.ജെ.പി ഓഫീസിൽ നിന്ന് എഴുതിക്കൊടുത്ത പേര്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എഴുതിക്കൊടുത്ത പേര്, അത് അതേപോലെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു ഗവർണർ. യോഗ്യത പോലും നോക്കിയില്ല. ഈ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾ എല്ലാവരും എബിവിപി നേതാക്കളും പ്രവർത്തകരുമായിരുന്നു. എബിവിപിയുടെ യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി വരെയുണ്ട് നോമിനേറ്റ് ചെയ്തവരിൽ. അതുകൊണ്ടാണ് ഹൈക്കോടതി അന്ന് ആ പേപ്പർ വലിച്ചു ദൂരെ എറിയുകയും ചവറ്റുകൊട്ടിലെറിയുകയും പുതിയ ആളുകളെ നിയമിക്കാൻ പറയുകയും ചെയ്തത്. ഗവർണർ നിയമമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു. അത് കേട്ട മാത്രയിൽ ഗവർണർ രാജിവെച്ചു പോകേണ്ടതായിരുന്നു. പോയില്ല. അദ്ദേഹം ഗവർണർ പദവിയിൽ കടിച്ചു തൂങ്ങി നിൽക്കും. സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ നിയമസഭ തീരുമാനിച്ചതാണ്. നിയമസഭയാണ് അദ്ദേഹത്തിന് ചാൻസലർ പദവി നൽകുന്നത്. അതേ നിയമസഭ ആ ചാൻസലർ പദവി എടുത്തു മാറ്റുകയും ചെയ്യുന്നു. നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, അധികാരത്തോട് ആർത്തിയില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹം ആ നിയമത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, പിടിച്ചു വെച്ചു ഏറെക്കാലം. അതിനുശേഷം രാഷ്ട്രപതിക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ കയ്യിൽ കിടക്കുന്നു. ഇതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന് വീണ്ടും കിട്ടിയിരിക്കുന്നു കനത്ത തിരിച്ചടി ഹൈക്കോടതി ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, 5 പേരെ നോമിനേറ്റ് ചെയ്തു. 4 വിദ്യാർത്ഥി പ്രതിനിധികളാണ്, ഒരാൾ അധ്യാപക മണ്ഡലത്തിൽ നിന്നാണ്. ആ 5 നോമിനേഷനും ഹൈക്കോടതി റദ്ദു ചെയ്തു. പുതിയ ആളെ നിയമിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. പുതിയ ആളെ ഗവർണർ നോമിനേറ്റ് ചെയ്തു. ആരാണ്? അതേപോലെ യോഗ്യതയില്ലാത്ത എബിവിപിയുടെ നേതാക്കൾ, എബിവിപിയുടെ ടിക്കറ്റിൽ പല തലങ്ങളിൽ മത്സരിച്ച വിദ്യാർത്ഥി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ അധ്യാപക സംഘടനയുടെ പ്രമുഖനായ പ്രവർത്തകൻ. ഇങ്ങനെയാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തത്. ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തത്? അധ്യാപക കോട്ടയിൽ തോന്നക്കൽ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എസ് സുജിത്ത്, ബി.ജെ.പിയുടെ അധ്യാപക സംഘടനയുടെ പ്രവർത്തകൻ. പിന്നീട് KS ദേവി അപർണ, ചരിത്ര വിഭാഗം, സർവകലാശാല ചരിത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥിനി. R കൃഷ്ണപ്രിയ, കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥിനി. R രാമാനന്ദ്, പന്തളം NSS കോളേജിലെ വിദ്യാർത്ഥി. GR നന്ദന, തിരുവനന്തപുരം മാർ ഇവാനോസ് കോളേജിലെ വിദ്യാർത്ഥിനി. ഇവരെല്ലാവരും എബിവിപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നത് വ്യക്തമാണ്. ആരോപണം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ നിയമനത്തിന് എതിരെ സർവകലാശാല നൽകിയ പട്ടികയിലുള്ള 2 പേർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. അരുണിമ അശോകും നന്ദ കിഷോറും. ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് ഗവർണർക്ക് നോട്ടീസ് അയച്ചു, ചാൻസലർക്ക് നോട്ടീസ് അയച്ചു. 10 ദിവസത്തിനകം ഈ പേരുകൾ എവിടുന്ന് കിട്ടി, എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയിരിക്കുന്നത്, ഈ ചോദ്യത്തിന് ഉത്തരം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 ദിവസത്തിനകം ഈ പേരുകൾ എവിടുന്ന് കിട്ടി, എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത്, നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സെനറ്റിലേക്ക് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഗവർണറോട്, രാജ്ഭവനോട്. മറുപടി പറയണം ഹൈക്കോടതിയോട്.
സത്യവാങ്മൂലം സമർപ്പിക്കണം ഹൈക്കോടതിയിൽ. ആര്? ചാൻസലറായ ഗവർണർ. ഗവർണർ നേരിട്ട് നൽകേണ്ടതില്ല, ഓഫീസ് നൽകിയാൽ മതി. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് നോമിനേഷൻ കിട്ടിയത്? അത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ഇപ്പോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളെക്കാളും യോഗ്യതയുള്ളവരെയാണ് സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഗവർണർക്ക് പട്ടിക നൽകിയത്. ആ പട്ടിക അതേപോലെ മാറ്റിവെച്ച് BJP ഓഫീസിൽ നിന്ന് ആദ്യം 4 പേരെ നിയമിച്ചു, ഹൈക്കോടതി റദ്ദാക്കി. വീണ്ടും 4 പേരെ നിയമിച്ചു, ഹൈക്കോടതി നോട്ടീസ് അയച്ചു, റദ്ദാക്കും എന്ന കാര്യം സംശയമേ ഇല്ല. കാരണം ഇവരെക്കാളും യോഗ്യതയുള്ളവരുടെ പട്ടികയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് നൽകിയിരിക്കുന്നത് ഗവർണർക്ക്. അത് അംഗീകരിക്കുക, അതാണ് ചെയ്യേണ്ടിയിരുന്നത് ഗവർണർ. അത് ചെയ്യാതെ അത് SFIയുമായി ബന്ധമുള്ളവരാണ് എന്നതുകൊണ്ട് മാത്രം AVP പ്രവർത്തകരെ, യോഗ്യതയില്ലാത്ത AVP പ്രവർത്തകരെയും നേതാക്കളെയും നോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അധികാര ദുർവിനിയോഗം. ആ അധികാര ദുർവിനിയോഗം കയ്യോടെ പിടിച്ചു ഹൈക്കോടതി. എന്നിട്ടും കുലുക്കമില്ല ആരിഫ് മുഹമ്മദ് ഖാനെ. വീണ്ടും കയ്യോടെ പിടിക്കാൻ പോകുന്നു ഹൈക്കോടതി. എന്താണ്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാ സമയത്തും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ബാധകമല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഏതായാലും ഹൈക്കോടതി ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യം സംശയമില്ല. 10 ദിവസം മാത്രമാണ് സമയം നൽകിയിരിക്കുന്നത് രാജ്ഭവന്. രാജ്ഭവൻ 10 ദിവസത്തിനകം അഫിഡവിറ്റ് സത്യവാങ്മൂലം സമർപ്പിക്കണം. അപ്പോൾ അറിയാം എന്താണ് പറയുക എന്ന്. കോടതി എന്ത് തീരുമാനിക്കും എന്നും അന്ന് അറിയാൻ കഴിയും.